വായിച്ച പുസ്തകം ചർച്ച ചെയ്യുകയാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു ഗ്രാമം. മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരെ കേൾക്കാനും കാണാനും കോഴിക്കോട് മൂയിപ്പോത്ത് നിവാസികൾക്ക് പ്രയാസമില്ല. പുസ്തക ചർച്ചകളുടെ സായാഹ്നങ്ങൾ ഇവിടെ പതിവാണ്. ഒരു പുസ്തക വായന വെളിച്ചമാകുന്നത് ഇവിടെ ഒരുപാട് പേർക്കാണ്. ഒരാൾ വായിച്ച ഒന്ന് മറ്റൊരാൾക്ക് പകർന്നു നൽകുമ്പോൾ ഒരു നാട് തന്നെ പുസ്തകപ്പുരയായി മാറുന്നു. പുസ്തക ചർച്ചകളിൽ വന്നാൽ അതാർക്കും മനസ്സിലാകും. വായിച്ച പുസ്തകങ്ങളെ വിലയിരുത്താനും എഴുത്തുകാരിൽ നിന്ന് രചനയുടെ സംഗീതങ്ങൾ അറിയാനും മൂയിപ്പോത്തെ സായാഹ്ന ചർച്ചകൾ വഴിയൊരുക്കുന്നു. സ്ത്രീകളും കുട്ടികളുമെല്ലാം ഈ പരിപാടിയിൽ ഒപ്പം ചേരും. ഓരോ വീട്ടുമുറ്റങ്ങൾ ഓരോ ദിവസങ്ങളിൽ കഥ പറച്ചിലിന്റെ ഇടമാകുന്നു. ഏകദേശം 7 വർഷത്തോളമായി മൂയിപ്പോത്ത് പ്രദേശത്തെ മൂയിപ്പോത്ത് ഗ്രാമത്തിലെ ഓരോ വീട്ടുമുറ്റങ്ങളെ തിരഞ്ഞെടുക്കുകയും ആ വീട്ടുമുറ്റത്തേക്ക് പുസ്തകങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും ആ പുസ്തകം എഴുതിയ എഴുത്തുകാരനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് മൂയിപ്പോത്തെ പ്രദേശത്തെ അപാലവൃദ്ധം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ജനകീയ സാംസ്കാരിക വേദി ഈ വീട്ടുമുറ്റ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആർ രാജശ്രീയുടെ ആർത്രേയകം, ബെന്യാമിന്റെ മോൺട്രിഷ്യർ ഡയറി തുടങ്ങിയവെല്ലാം ഇതിനകം ചർച്ച ചെയ്തു കഴിഞ്ഞു. ചർച്ചയ്ക്ക് കഥാകാരൻ കൂടി എത്തുന്നതോടെ ആവേശവും ഇരട്ടി. നമ്മൾ പരസ്പരം ഇടകലരുക, പൊതു ഇടങ്ങൾ സൃഷ്ടിക്കപ്പെടുക, അതിലൂടെ ഒരു സോഷ്യൽ ഫാബ്രിക്സിന് വളരെ ശക്തമായ ഒരു ഇടം നൽകുക എന്നൊക്കെയുള്ള വലിയ ആശയങ്ങളാണ് സാഹിത്യ ചർച്ചയ്ക്കുപരിയായി ഇതിലൂടെ സാധ്യമാകുന്നത്. സംവാദാത്മകമായ വീട്ടുമുറ്റങ്ങൾ എന്ന ലക്ഷ്യവുമായി 2018 തുടങ്ങിയ ജനകീയ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് പുസ്തക ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇതിനകം നിരവധി പുസ്തകങ്ങൾ ചർച്ചയ്ക്ക് വിധേയമായി. 80ഓളം പേർ ചേർന്ന സാംസ്കാരിക വേദിയിൽ 45ഓളം പുസ്തക ചർച്ചയും സംവാദങ്ങളുമാണ് ഇതുവരെ നടത്തിയത്. കോവിഡ് കാലത്ത് ഓൺലൈനായും ചർച്ചകൾ നടന്നിരുന്നു. ഓരോ മാസവും ഒരു പുസ്തക ചർച്ചയാണ് വീട്ടുമുറ്റങ്ങളിൽ സംഘടിപ്പിക്കുന്നത്. അങ്ങനെ വായനയുടെ വ്യത്യസ്തമായ വിപ്ലവത്തിന് വഴിയൊരുക്കുകയാണ് ഇവിടം. കൈരളി ന്യൂസ്, കോഴിക്കോട്. മേഘയുടെ ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചത് ഏതാണ്ട് 6 മാസം മുതൽ 1 വർഷം വരെ എടുക്കുന്ന വലിയ സംഘാടനത്തോടെയാണ് ഗംഭീരമായിട്ടുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പക്ഷേ നോക്കൂ, മൂയിപ്പോത്ത് ഓരോ മാസവും ഓരോ വീട്ടിലും പുസ്തക ചർച്ചകളാണ്. അതും ആ എഴുത്തുകാരെ തന്നെ പരമാവധി അവിടേക്ക് എത്തിക്കുന്നു. ഒട്ടും അതിശയോക്തിയല്ല. നമ്മൾ ആ ദൃശ്യങ്ങളിലൂടെ, ആ കാഴ്ചയിലൂടെ ആ അനുഭവം നമ്മളെല്ലാവരിലേക്കും എത്തിയതുകൂടിയാണ്. ബെന്യാമിനൊക്കെ എത്തുന്നു, പുസ്തകം ചർച്ച ചെയ്യുന്നു. വീട്ടുമുറ്റത്ത് പുസ്തക ചർച്ച, സാഹിത്യ ചർച്ചകൾ എന്ന് പറയുന്ന നിലയിലേക്ക് നമ്മുടെ ഈ ആലോചനകളും ചിന്തകളും ഈ കൂടിച്ചേരലും എത്രമാത്രം താഴേക്ക് വീടുകളിലേക്ക് വരെ എത്തിച്ചേരുന്നു എന്ന് പറയുന്ന അതിമനോഹരമായൊരു മാതൃകയാണ് മൂയിപ്പോത്ത് നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വെച്ചിരിക്കുന്നത്.